ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ റോഡിൽ വെള്ളമുണ്ടോ, വെള്ളം കെട്ടി നിൽപ്പുണ്ടോ, വണ്ടി വെള്ളം തെറിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ശുഷ്കാന്തിയിലാണ് ചേട്ടൻ അനിയനും കേട്ടോ. പക്ഷേ ഈ നിപ്പം എനിക്ക് അത്ര സേഫായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ അധികം നേരം ഞാൻ അവിടെ നിന്നില്ല. കാര്യം കമ്പിയൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ഉൾഭയാണ്. പോരാത്തതിന് ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെയും കൊണ്ട് ആ കമ്പിയമ്മ ചാരി നിൽക്കരുതെന്ന്. അങ്ങനെ മഴയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു വാക്കിന് പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും ഏതപ്പനും ഡോണപ്പനെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങാണ് കേട്ടോ. മുമ്പ് ഇതേപോലെ ഒരു വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങളൊരു വാക്കിന് പോകാനുണ്ടോ. കാരണം എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഡയലോഗ് അങ്ങ് കാച്ചിട്ടുണ്ടായിരുന്നു. പോവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നടക്കണമെന്നുള്ളത്. ഐശു ആണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ടാണ് അവൻ വരുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു അവനോൻ്റെ സാധനങ്ങൾ അവനോൻ തന്നെ ക്യാരി ചെയ്തോളണം, എൻ്റെ കയ്യിൽ തരരുതെന്ന്. അവൻ തന്നെ പിടിച്ചോളാമെന്നും പറഞ്ഞിട്ടാണ് അവൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തേക്കണേ കേട്ടോ. എന്താവുമെന്നൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണത്തിനെയും കൊണ്ടങ്ങ് ഇറങ്ങിയേക്കാണ്. ഇറങ്ങണ സമയത്താണ് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഇവന്മാർ നടക്കണ അത്രയും നടക്കട്ടെ, എന്നിട്ട് എടുക്കാൻ പറയുമ്പോൾ എടുക്കാം, അല്ലാണ്ട് ഓടിപ്പോയി എടുക്കണ്ടെന്ന്. അമ്മയ്ക്ക് എടുത്തെടുത്ത് ഇപ്പം കയ്യിൽ എടുക്കാനായിട്ട് കൊച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നാണ് അമ്മ പറയണത്. ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പം വലിയൊരു മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണുവിന് അങ്ങോട്ട് ബുദ്ധിമുട്ടായി. ഡോണുവിന് എടുക്കണം, കരച്ചിലും ബഹളമൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡോണുവിനെ നേരെ റൂമിൽ കൊണ്ടായിട്ട് ഐഷമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നെക്സ്റ്റ് വരെ പോകാമെന്ന് ചോദിച്ചു. കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയേ പറ്റുള്ളൂ. ഡോണുവിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ ഐഷുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടോ. അങ്ങനെ പോണ വഴിക്ക് കുറേ JCB ക്രെയിനും എന്തൊക്കെയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതപ്പൻ അവിടെ സ്റ്റക്കായി. ഇന്നാൾ ഇതേപോലെ തന്നെ ഞാനും ഏതപ്പനും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയ എത്തി കഴിഞ്ഞപ്പോൾ കുറേ നേരം സ്റ്റക്കായി നിന്നു. വണ്ടികളൊക്കെ നോക്കി, അത് ഏത് കളറാന്ന് നോക്കി, ഏത് വണ്ടിയാന്നൊക്കെ നോക്കിയിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ നെക്സ്റ്റോലെത്തി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. വണ്ടി കിട്ടിയപ്പോഴത്തേക്കും ചെക്കൻ ഉന്ത് തുടങ്ങിയിട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങ് വേഗം പോകാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും മഴ പെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയപ്പോൾ കൊച്ച് ഗുഡ് ബോയ് ആയിട്ട് നടന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല, നല്ല കുട്ടിയായിട്ട് കുറേ നേരം നടന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെക്കൻ അങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ വേഗം റൂമിലേക്ക് വന്ന് ഫ്രഷായി. എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തിരിക്കുകയാണ്. അതെന്ത് ചെയ്യണമെന്നുള്ള ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. മഴയായതുകൊണ്ട് തന്നെ അലിസ്റ്റർ ബ്രോ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഉണ്ടാക്കിയ സ്നാക്സാണ് ഇത്. അതേപോലെ തന്നെ ബ്രോ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ച് നിർവൃതി അടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെ ചാച്ചൻ വന്നു എന്നറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാൽക്കണിയിൽ പോയിട്ട് ചാച്ചൻ്റെ വരവും നോക്കി നിന്നു. ഈ വരവാണ് ഞാൻ നോക്കി നിൽക്കാറുള്ളത്. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ.